മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞു. സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി രംഗത്ത് വന്നു. ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, സുപ്രധാനമാണ്. 60-ലധികം പൊതു ഹർജികളാണ്, ശബരിമല ഉൾപ്പെടെയുള്ള ഹർജികളാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ഇതിൽ കോടതിയുടെ നിർദ്ദേശം? ഇന്ന് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഹർജികൾ, പുനഃപരിശോധനാ ഹർജികളടക്കമുള്ളവ ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചില സുപ്രധാന നിർദ്ദേശങ്ങളുണ്ടായെന്ന് സൂചന വരുന്നുണ്ട്. ഇതിൽ NSS, വിവിധ ഹിന്ദു സംഘടനകൾ, ഒപ്പം തന്നെ സ്വകാര്യ വ്യക്തികളൊക്കെ സമർപ്പിച്ച ഹർജികളാണ്. ഇതിൽ 60-ലധികം ഹർജികൾ ശബരിമല വിഷയത്തിൽ, യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങളിലാണ് ഇപ്പോൾ കോടതിയുടെ നീക്കമുണ്ടാവുന്നത്. നമുക്കറിയാം, ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി അതുണ്ടാക്കിയ വിവാദങ്ങൾ നിരവധിയാണ്. ഒടുവിൽ അതിൽ പുനഃപരിശോധനാ ഹർജികളെത്തിയപ്പോൾ കോടതി അതിൽ ഒരു വിശാല ബെഞ്ചിന് വിടുകയായിരുന്നു. ഒടുവിൽ വിശാല ബെഞ്ചിൻ്റെ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സമാന ഹർജികൾ പരിഗണിക്കാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത്. നമുക്ക് എന്താണ് ഇപ്പോഴത്തെ ഈ കേസിൻ്റെ അവസ്ഥയെന്ന് നോക്കാം. 2018-ലാണ് യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്നത്. വലിയ വിവാദങ്ങൾക്ക് അത് ഇടവെക്കുന്നു. ഒടുവിൽ ആ വിവാദങ്ങൾക്കൊടുവിൽ യുവതീ പ്രവേശനം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ അത് വലിയ തർക്കങ്ങളുണ്ടാവുന്നു. 2 തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു. ഒടുവിൽ റിവ്യൂ ഹർജികൾ സുപ്രീം കോടതിയിൽ തന്നെ സമർപ്പിക്കപ്പെടുന്നു. റിവ്യൂ ഹർജികളാവട്ടെ കോടതിക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ കോടതി ഒരു വിശാല ബെഞ്ചിന് കൈമാറുകയാണ് ചെയ്തത്. റിവ്യൂ ഹർജിയുമായി എത്തിയത് NSS, വിവിധ ഹിന്ദു സംഘടനകൾ, ചില സ്വകാര്യ വ്യക്തികൾ, ഇവരൊക്കെയാണ് റിവ്യൂ ഹർജിയുമായി കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. സുപ്രീം കോടതി ഒരു വിധി കൽപ്പിക്കപ്പെടുകയും കഴിഞ്ഞാൽ പിന്നെ അത് റിവ്യൂ ഹർജിയിലൂടെ പുനഃപരിശോധന അത്ര പെട്ടെന്നൊന്നും സാധ്യമാവില്ല. ഇതാണ് നിലവിലുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ പ്രത്യേകത. പക്ഷേ ഇതൊരു വിശാല ബെഞ്ചിന് വിട്ടു. കാരണം ഇതൊരു പൊതു തർക്ക വിഷയമായതുകൊണ്ട് തന്നെ ഇതിനൊരു വിശാല ബെഞ്ചിന് വിടുകയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ നീക്കങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റിവ്യൂ ഹർജികൾ വിശാല ബെഞ്ചിന് വിട്ടതോടെ സംസ്ഥാന സർക്കാരും, ഏറെ വിവാദത്തിൽപ്പെട്ട സംസ്ഥാന സർക്കാരും ആ ഒരു ന്യായം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് പിന്നീട് തൽക്കാലം ശബരിമലയിലെ സ്ത്രീ പ്രവേശനം നിർത്തിവെച്ചു, യുവതീ പ്രവേശന നടപടികൾ നിർത്തിവെച്ചു എന്നതാണ് സാഹചര്യം. എന്തായാലും ശബരിമല യുവതീ പ്രവേശനത്തിൽ ഏപ്രിൽ 7 മുതലാണ് വാദം നടക്കുക. മാർച്ച് 14-നകം കക്ഷികൾ നിലപാടറിയിക്കണം. സംസ്ഥാന സർക്കാരും നിലപാട് പറയേണ്ടി വരുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇതിൽ ഏറ്റവും സുപ്രധാനം സംസ്ഥാന സർക്കാർ നിലപാട് പറയേണ്ടി വരുമോ ഇല്ലയോ എന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ നിലപാട് പറയേണ്ടി വരുമോ കോടതിയിൽ? സജിത്തെ, അതുതന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള സർക്കാരിന് തങ്ങളുടെ നിലപാട് എന്താണെന്ന് പറയേണ്ടി വരും. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നോ എതിർക്കുന്നോ എന്നുള്ള നിലപാട് പറയേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാർച്ച് 14-ന് മുമ്പ് എല്ലാ കക്ഷികളും നിലപാട് എഴുതി കോടതിയെ അറിയിക്കണം. ഏപ്രിൽ 7 മുതലാണ് വാദം ആരംഭിക്കുന്നത്. മാർച്ച് 14, ഏപ്രിൽ 7 എന്നൊക്കെ പറഞ്ഞാൽ കേരളം ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണ്, ഏറ്റവും അവസാന ഘട്ടമാണ്. അവിടേക്ക് വീണ്ടും യുവതീ പ്രവേശന വിഷയം ചർച്ചയാവുന്നു എന്നുള്ളതാണ്. നാളെ മുതൽ, ഇന്ന് മുതൽ തന്നെ പ്രധാനമായും യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന നിലവിലെ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത്, ഇപ്പോഴും നിലനിൽക്കുന്ന വിധി എന്ന് പറയുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന വിധിയാണ്. ആ വിധിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ വിധിയെ എതിർക്കുന്നോ അനുകൂലിക്കുന്നോ എന്നുള്ളതാണ് വിഷയം. കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെയും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അത് തന്നെയാണ്. അവർ ആ വിധി പുനഃപരിശോധിക്കണം എന്നുള്ള സ്റ്റാൻഡാണ്. കേരള സർക്കാരിന്റെ ഇന്നത്തെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇതുവരെ പുനഃപരിശോധന ഹർജിയെ എതിർത്തിരുന്നു എന്നാണ് കേരള സർക്കാർ പറയുന്നത്. എതിർത്തിരുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എതിർപ്പ് ഇപ്പോൾ വരെ ഞങ്ങൾ എതിർത്തിരുന്നു, ഇനി എന്താണ് എന്നുള്ള കാര്യം ജയദീപ് ഗുപ്ത പറഞ്ഞിട്ടില്ല. എതിർക്കുമോ അനുകൂലിക്കുമോ എന്നൊന്നും കേരള സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടില്ല. അതാണ് പ്രധാനം. കേരള സർക്കാരിന് മാർച്ച് 14-ന് മുമ്പ് കൃത്യമായ ഒരു നിലപാടെടുക്കേണ്ടി വരും. സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണോ വേണ്ടയോ? പച്ചയ്ക്ക് പറഞ്ഞാൽ യുവതീ പ്രവേശനത്തെ സർക്കാർ അംഗീകരിക്കുന്നോ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നോ, ഇങ്ങനെ ഒരു നിലപാട് കേരള സർക്കാരിന് പറയേണ്ടി വരും. ഒരു ഭാഗത്ത് കോൺഗ്രസ് സ്ത്രീ പ്രവേശനത്തെ അതിശക്തമായി എതിർക്കുന്നു, മറുഭാഗത്ത് BJP സ്ത്രീ പ്രവേശനത്തെ അതിശക്തമായി എതിർക്കുന്നു. ഇപ്പോൾ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന, ഇടതുമുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന NSS മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്. NSS ആവശ്യപ്പെടുന്നതും യുവതീ പ്രവേശനത്തിന് എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലം സർക്കാർ മാറ്റണം. അങ്ങനെ മാറ്റുമെന്ന് NSS ജനറൽ സെക്രട്ടറി തന്നെ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതാണ്. സ്വാഭാവികമായും അത്തരം മറിച്ചൊരു തീരുമാനം വന്നാൽ NSS
സർക്കാരിൻ്റെ നിലപാടിലടക്കം മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ SNDP സർക്കാരിൻ്റെ നവോത്ഥാന നിലപാടിനൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അങ്ങനെ സ്ട്രോങ് ആയി അതിനെ യുവതീ പ്രവേശനം അനുവദിക്കണം എന്നൊരു സ്റ്റാൻഡിലുമൊന്നുമല്ല വെള്ളാപ്പള്ളി നടേശനോ SNDP ഒക്കെ നിൽക്കുന്നത്. ഏത് സ്റ്റാൻഡ് എടുത്താലും ചിലപ്പോൾ അവിടെ സ്വാഭാവികമായും ചിലപ്പോൾ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ NSSന്റെ എതിർപ്പ് അല്ലെങ്കിൽ NSS ഈ വിഷയത്തിൽ മറിച്ചൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇനി സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുതുകൾ വളരെ കുറവാണ്. ഇന്നലെ അടക്കം നിയമമന്ത്രി പറഞ്ഞത് നിലപാട് എന്ന് പറയുന്നത് അതങ്ങനെ പെട്ടെന്ന് സ്വിച്ചിട്ടാൽ എടുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നൊക്കെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ CPM-നും LDF സർക്കാരിനുമൊക്കെ ഉറച്ച നിലപാട് ഉള്ളത് തന്നെയായിരുന്നു. സ്വിച്ചിട്ടാൽ പറയാൻ പറ്റുന്ന ഒരു നിലപാടുണ്ടായിരുന്നത് ആർജവത്തോടുകൂടി പറയുകയും ഒക്കെ ചെയ്തിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ. പക്ഷേ അത് രാഷ്ട്രീയമായി പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ തിരിച്ചടി പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് CPM വിലയിരുത്തുകയും അതേ തുടർന്ന് ശബരിമലയിലെ വിഷയങ്ങളിലൊക്കെ പരസ്യമായി നിലപാട് മാറ്റി പറഞ്ഞില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ ഞങ്ങളുടെ നിലപാടുകൾ തെറ്റായിപ്പോയെന്ന് വീടുകളിലൊക്കെ പോയി CPM പ്രവർത്തകർ പറയുന്ന അവസ്ഥയും ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ അടക്കം ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കോടതി പറഞ്ഞു സ്ത്രീകളെ കയറ്റാൻ, അപ്പോൾ ഞങ്ങൾ കയറ്റണ്ട എന്ന് പറഞ്ഞാൽ കയറ്റില്ല, കയറ്റണം എന്ന് പറഞ്ഞാൽ കയറ്റില്ല എന്നൊക്കെയുള്ള നിലപാടിലേക്ക് മാറി. പക്ഷേ ഒന്നാം LDF സർക്കാർ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എടുത്തിരുന്ന നിലപാട് അങ്ങനെയല്ല. അത് നവോത്ഥാന നിലപാടാണെന്നും കേരളത്തിൻ്റെ ചരിത്രത്തിലെ കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കാലം കേരളം കടന്നു വന്ന ചരിത്രത്തിലെ നവോത്ഥാന വഴികളൊക്കെ വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളം അങ്ങനെ ഒരു വനിതകളുടെ ഒരു നവോത്ഥാന മതിൽ കേരളത്തിൽ സൃഷ്ടിക്കുന്നു. വലിയ നവോത്ഥാന വിഷയങ്ങളൊക്കെ കേരളത്തിൽ ഇടതുപക്ഷം ചർച്ച ഒക്കെ ചെയ്ത് അവിടെ നിന്നാണ് പിന്നാക്കം പോയത്. ഇനിയിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം കേരള സർക്കാരിന് പറയേണ്ടി വരികയാണ് ഇതുവരെയും ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ആർജവത്തോടു കൂടി പറയുകയും പ്രസംഗിക്കുകയും പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്ത നവോത്ഥാനത്തിന് വേണ്ടിയുള്ള നിലപാട്, ആ നവോത്ഥാന നിലപാടിൽ നിന്ന് U-ടേൺ അടിക്കുമോ? ഇനിയിപ്പോൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നൊരു നിലപാട് ഇപ്പോൾ എടുത്താൽ വിശ്വാസികളെ ഈ ശബരിമലയിലെ ഒരു വിഭാഗം വരുന്ന വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന കടുത്ത എതിർപ്പുകൾ, NSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഔദ്യോഗികമായ കടുത്ത എതിർപ്പുകൾ, ഇതിനെ എങ്ങനെ അതിജീവിക്കാം? അങ്ങനെ വലിയൊരു യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും വലിയൊരു ഡിലമയിലാണ് നിൽക്കുന്നത്. പാർട്ടി നിലപാട് ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണോ, തെരഞ്ഞെടുപ്പിന് വേണ്ടി ആചാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നിലപാടിലേക്ക് മാറണം? എന്തായാലും അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നെങ്കിൽ സർക്കാരിന് അനായാസം അത് കടന്നു പോകാൻ കഴിയുമായിരുന്നു. അത് ഇത്രയും കാലം അതിൽ വിജയിക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. 2020 ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത്. ആ കേസിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കും. 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചാൽ 2026 ഏപ്രിൽ 7-നാണ് ഈ ഭരണഘടനാ ബെഞ്ച് വാദം ആരംഭിക്കുന്നത്. ഈ വാദം ആരംഭിക്കുമ്പോൾ അത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാത്രമല്ല, പല മതപരമായ സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. മുസ്ലിം പള്ളികളിൽ സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്ത്രീകളുടെ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഴ്സി സ്ത്രീകൾ, മതം മാറിയ ആളുകളെ വിവാഹം കഴിച്ചാൽ ക്ഷേത്രത്തിൽ കയറാമെന്നത്, അങ്ങനെ നിരവധി വിഷയങ്ങൾ കൂടി ഉൾപ്പെടുന്നു.